നമസ്കാരം. കണ്ണൂരിലെ ബോംബ് നിർമ്മാണ സംഘങ്ങൾക്ക് വെടിമരുന്നെത്തിക്കുന്നത് വടകര മേഖലയിൽ നിന്നാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. കണ്ണൂരിലെ ബോംബ് നിർമ്മാണ സംഘങ്ങൾക്ക് വെടിമരുന്ന് എത്തിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എത്തിക്കുന്ന ഇടം വടകരയിലെ മേഖലകളിൽ നിന്നാണെന്നുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വടകര മേഖലയിൽ അനധികൃതമായിട്ടുള്ള ഓലപ്പടക്കങ്ങളും ഗുണ്ടുകളും നിർമ്മിച്ചു നൽകുന്ന സംഘമാണ് പാനൂർ മേഖലയിലേക്ക് വൻതോതിൽ വെടിമരുന്ന് വിതരണം നടത്തുന്നത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ പാനൂരിൽ മൂലത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു വലിയ അന്വേഷണം നടക്കുകയുണ്ടായി. ആ അന്വേഷണത്തിനിടെയാണ് വടകര മേഖലയിൽ പ്രവർത്തിക്കുന്ന വെടിമരുന്ന് മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വരുന്നത്. വെടിമരുന്ന് എത്തിച്ച സംഘങ്ങളുടെ മൊഴികളിൽ നിന്നാണ് വടകരയിൽ നിന്നും പാനൂരിലേക്കുള്ള വെടിമരുന്ന് ശേഖരത്തിൻ്റെ ഇടനാഴിയുണ്ട് എന്ന് പോലീസിന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതിപ്പോൾ വ്യക്തമാക്കുന്നതും. പാനൂരിൽ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ നിന്ന് CPM-ഉം BJP-യും പൂർണ്ണമായി പിന്മാറിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ട രാഷ്ട്രീയ ക്രിമിനലുകൾ സ്വന്തം നിലയ്ക്ക് ഗുണ്ടുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു. ആ വിവരം അത്തരത്തിലുള്ള രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കുഴൽപ്പണം തട്ടിയെടുക്കുന്ന മാലപൊട്ടിക്കൽ സംഘങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുകൾ, സാമ്പത്തിക തർക്കങ്ങളിലെ കൊട്ടേഷനുകൾ, വ്യക്തിവൈരാഗ്യങ്ങൾ, കുടുംബ വഴക്കുകൾ എന്നിവയിലൊക്കെ രാഷ്ട്രീയ ക്രിമിനലുകൾ ഇപ്പോൾ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം സംഘങ്ങളുടെ പക തീർക്കുവാനും പ്രഹരശേഷി കൂട്ടാനുമായിട്ടാണ് ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പാനൂർ തലശ്ശേരി മേഖലയിൽ കൊലപാതക രാഷ്ട്രീയം നടമാടുന്ന കാലത്ത് ഇത്തരം രാഷ്ട്രീയ ക്രിമിനൽ സംഘങ്ങൾക്ക് പാർട്ടികൾ ഹീറോ പരിവേഷം നൽകി ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തിയിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടികൾ തലയൂരാൻ തുടങ്ങിയപ്പോൾ ഇത്തരക്കാർ തൊഴിൽ രഹിതരായി മാറുകയായിരുന്നു. ഇതോടെയാണ് ഇവർ സ്വന്തം വഴി നോക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. പാനൂർ സ്ഫോടന കേസിൽ അറസ്റ്റിലായവരിൽ നിന്നും ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായവരെ ഇപ്പോൾ തലശ്ശേരി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ അക്രമ കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണിവർ. കിഴക്കേ കതിരൂരിലെ മംഗലശ്ശേരി രജിലേഷ് എന്ന് പറയപ്പെടുന്ന ആൾ, മണിക്കത്തറയിൽ ജിജേഷ്, വടകര മടപ്പള്ളി കൂലിബസാർ സ്വദേശിയായുള്ള ബാബു കോളത്ത്, ഇവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ അന്വേഷണം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതോടെ കേസിൽ ഏകദേശം 11 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനത്തിനായിട്ട് വെടിമരുന്നെത്തിച്ച സംഘമാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവരിൽ നിന്ന് 3 കിലോ വെടിമരുന്ന് അടക്കം പിടികൂടിയിട്ടുള്ള ഒരു സാഹചര്യം. അതുമാത്രമല്ല, കഴിഞ്ഞ ഏപ്രിൽ 6 പുലർച്ചെ നടന്ന സ്ഫോടനത്തിൽ അന്ന് ഒരാൾ മരിക്കുകയും ഏകദേശം 3 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രത്തോളം പ്രമാദമായ ചില കേസുകൾ, ഈ ബോംബ് നിർമ്മാണം അടക്കമുള്ളവ ഇപ്പോൾ എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ കഴിയും? ഇപ്പോൾ വടകരയിലൊക്കെ ഇതിനൊരു രഹസ്യ ഇടനാഴിയുണ്ടെന്നും പ്രതികളിൽ നിന്ന് പോലീസിന് ലഭിച്ച നിർണായകമായിട്ടുള്ള മൊഴികളാണ്. അതായത് ഓലപ്പടക്കങ്ങളും ഗുണ്ടുകളും ഒക്കെ നിർമ്മിച്ചു നൽകുന്ന സംഘത്തിലേക്ക് അന്വേഷണം എത്തിയതും അങ്ങനെയാണ്. എല്ലാത്തിനും കാരണമായി തീരുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ക്രിമിനലുകളുടെ തൊഴിൽ രഹിതരായി പോകുന്നത് കൊണ്ടാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതുമാത്രമാണോ? രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്കപ്പുറം പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്? അതായത് CPM അടക്കമുള്ളവരുടെ ഇടപെടൽ വളരെ കൃത്യമായിട്ട് കൊലപാതക രാഷ്ട്രീയം നടത്തപ്പെടുന്ന കണ്ണൂരിൽ ആ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുന്ന പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള കരുത്ത് കാട്ടുന്ന പ്രസ്ഥാനമാണ് CPM. ആ CPM-ൻ്റെ അംഗരക്ഷകരായി പലപ്പോഴും മാറുന്ന തീവ്രവാദ സ്വഭാവമുള്ള ഗുണ്ടകളായിട്ടുള്ള കുറച്ചു പേർ ചേർന്ന് പാനൂരിലും കണ്ണൂരിലും തലശ്ശേരിയിലും അടക്കമുള്ള ഇടങ്ങളിൽ അക്രമ രാഷ്ട്രീയങ്ങളും കൊലപാതക രാഷ്ട്രീയങ്ങളും നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാമ്പുറങ്ങളിൽ എപ്പോഴും CPM-ൻ്റെ അടക്കമുള്ള വലിയ നേതാക്കളുടെ പിന്തുണ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ബോംബ് നിർമ്മാണ സംഘങ്ങൾക്ക് വടകരയിലെ ഈ പറയുന്ന അല്ലെങ്കിൽ പാനൂരിലേക്ക് എത്തപ്പെടുമ്പോൾ ആ പാനൂരിലേക്ക് വെടിമരുന്നെത്തിക്കുന്നത് വടകര മേഖലകളിൽ നിന്നാണ് എന്നുള്ള ബോധ്യമുണ്ടാകുന്നത്, അത്തരത്തിലുള്ള ഇടനാഴികൾ ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ സ്ഫോടനങ്ങൾ അടക്കമുള്ളവ നടത്തുവാനുള്ള സാഹചര്യം ഇത്രത്തോളമുള്ള തീവ്രവാദ മനസ്സുകളുള്ള രാഷ്ട്രീയ ഗുണ്ടകളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചനകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കണ്ണൂരും പാനൂരും കോഴിക്കോടും അല്ലെങ്കിൽ വടകരയും അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ മേഖലകളായി മാറുന്നു എന്നുള്ളതാണ്. പകരം ഈ ബോംബ് നിർമ്മിച്ച് പല മേഖലകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങൾ വരെ ഇതിനകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കണ്ണൂർ ബോംബ് നിർമ്മാണ മേഖലയായി മാറുകയും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ബോംബ് നിർമ്മിച്ചെത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഗുണ്ടകൾ
ആ ഗുണ്ടകളെന്ന് പറയപ്പെടുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാമ്പുറത്തുള്ളവരാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല സംസ്ഥാന നേതാക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ബോംബ് നിർമ്മാണങ്ങളും പാനൂരിലും തലശ്ശേരിയിലും വടകരയിലും അടക്കം ബോംബ് നിർമ്മാണ സ്ഫോടനങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളും തെളിവുകളും പോലീസിനടക്കം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം ഈ ബോംബ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കർശനമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുകയും സർക്കാർ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.